പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ചില രോഗങ്ങളും കഷ്ടതകളും എല്ലാറ്റിൻ്റെയും അവസാനമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ നമ്മളോടും പറയും, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, കർത്താവിൻ്റെ മഹത്വം പ്രകടമാക്കാനുള്ള ഒരു ചവിട്ടുപടിയാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ പേറുന്ന രോഗാവസ്ഥകളാകാം, തകർച്ചകളാകാം, ആ യാഥാർത്ഥ്യങ്ങളെ ഒരവസാനമായി നമുക്ക് കാണാതിരിക്കാം. കാരണം നമ്മൾ തകർന്നുവെന്ന് പറയുന്നിടത്ത് നിന്ന് പലതും പണിതുയർത്താനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രോഗങ്ങളെ, സഹനങ്ങളെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുവാനായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ ഉളവാകട്ടെ. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോ തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ രോഗങ്ങളിൽ പ്രകടമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതം മുഴുവനും ഈശോയുടെ മഹത്വം പ്രകടമാക്കാനുള്ള ഒന്നാക്കി നമുക്ക് മാറ്റാം. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.